ഹായ്, ഞാൻ നിതിൻ. വെൽക്കം ടു ഓൺ ദ സ്പോട്ട്. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഓഫറിങ് പുലികളും മാർട്ടിൻകുട്ടിയും വളരെ ഒരു സക്സസ്ഫുൾ ഫിലിമായിരുന്നു. ലാൽ ജോസ് സാറിൻ്റെ ഫിലിമായിരുന്നു. അപ്പോൾ അതിൻ്റെ സക്സസ്ഫുൾ പുള്ളിങ് നിൽക്കാൻ നല്ല സന്തോഷത്തോടെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. സ്ക്രിപ്റ്റ് റൈറ്റർ എം സിന്ധുരാജ്. ഹലോ സർ, വെൽക്കം ടു ഓൺ ദ സ്പോട്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് എനിക്ക് ചോദിക്കാനുള്ള, ലാസ്റ്റ് ഫിലിം വൻ സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സക്സസിൻ്റെ ഹാങ് ഓവറിലാണ് ഇപ്പോൾ. ഹാങ് ഓവർ അങ്ങനെയൊന്നുമില്ല. സക്സസ് ആയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും അത് തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് 100 ദിവസം ആവും. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനും ഈ സിനിമയിൽ ബന്ധപ്പെട്ട എല്ലാവരും. അപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ കൂടെ മുമ്പ് ചെയ്ത എൽസമ്മ, അതും ഭയങ്കര സക്സസ്ഫുൾ ഫിലിമായിരുന്നു. അപ്പോൾ ഈ രണ്ടും വില്ലേജ് മീഡിയയിലുള്ള ഫിലിംസ്. അതിന് മുമ്പേ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, മുല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടി ഇത് രണ്ടും നല്ല സക്സസ്ഫുൾ ഫിലിംസ് ആയിരുന്നു. അപ്പോൾ രണ്ടും വില്ലേജ് മീഡിയയിലുള്ള ഫിലിംസ് ആണ്. അപ്പോൾ എനിക്ക് ആ ഫിലിമിന് ശേഷം, എൽസമ്മന് ശേഷം വീണ്ടും അതേപോലത്തെ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാണോ? എന്തായിരുന്നു ഈ ഫിലിമിന് മുമ്പിൽ തോട്ട്? ഇത് ശരിക്കും എൽസമ്മയുടെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സമയത്ത് തന്നെ തീരുമാനിച്ചൊരു എലമെൻ്റായിരുന്നു. എലമെൻറ്റും ആ സിനിമയുടെ ടൈറ്റിലും ഒന്ന് തീരുമാനിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇടയ്ക്ക് ഞാനൊരു സിനിമ ചെയ്തു, ലാലും വേറെ സിനിമ ചെയ്തു. കഴിഞ്ഞിട്ട് അത്തരമൊരു സിനിമ കഴിക്കുമ്പോൾ രണ്ടും ഒരു വില്ലേജിൻ്റെ സ്വഭാവമുള്ള അല്ലെങ്കിൽ വില്ലേജിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സിനിമകളായിരുന്നു എന്നത് മാത്രമാണ് എൻ്റെ. പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ രണ്ടും സാറിൻ്റെ രണ്ട് സക്സസ്ഫുൾ ഫിലിംസും വില്ലേജ് എലിമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധാരണക്കാരല്ല സിനിമയാണ്. അതിന് മുമ്പും ചെയ്തിട്ടുണ്ട്, ജലോത്സവം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് കൂടുതൽ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാൻ താല്പര്യം ഉള്ള സിനിമകൾ അതാണ്? അല്ല, എനിക്കൊന്ന് ഒരു എഴുതുന്ന അല്ലെങ്കിൽ എഴുത്തുകാരെന്ന രീതിയിൽ എനിക്ക് പരിചിതമായിട്ടുള്ള ആ ഏരിയകളിൽ നിന്നുകൊണ്ട് കഥ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കംഫർട്ടാവും. അത് കുറച്ചുകൂടെ എഴുത്തിൻ്റെ ഒരു രീതിയിൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വികാരങ്ങളെ, അവരുടെ നർമ്മങ്ങളെ ആളുകളിലേക്ക് ചിലപ്പോൾ കൂടുതൽ എത്തിക്കാൻ ആ പരിചിതമായിട്ടുള്ള കഥാസ്ഥലങ്ങൾ തന്നെയായിരിക്കാം നല്ലത്. ഓക്കെ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ പുതിയ മുഖം സാർ അത് തന്നെ ഫിലിമാണ്. പക്ഷേ സാറിൻ്റെ ഒരു ഫിലിമോഗ്രാഫി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലിം, ഒരു ആക്ഷൻ ത്രില്ലർ. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? പക്ഷേ അതിനകത്ത് ആക്ഷൻ ത്രില്ലറിന് ഉപരിയായിട്ട് പുതിയ മുഖം എന്ന് പറയുന്ന സിനിമയിലും അതിൻ്റെ ഒരു ഇമോഷൻസ് ആണ് അതിൻ്റെ ഒരു ബാക്കപ്പ്, അല്ലെങ്കിൽ ആ സിനിമയുടെ സക്സസിൻ്റെ ഒരു ഘടകമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ. എല്ലാ സിനിമകളിലും നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഫാമിലി റിലേഷൻഷിപ്പ്, ഇമോഷൻസ്, അപ്പോൾ അത്തരം ഒരു സംഭവങ്ങൾ ഇപ്പോൾ അതിനകത്താണെങ്കിലും നെടുമുടി വേണിച്ചേട്ടൻ്റെ കഥാപാത്രവും പൃഥ്വിരാജും തമ്മിലുള്ള ഒരു അച്ഛനും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഒരു അച്ഛൻ കൊടുക്കുന്ന ഒരു എനർജിയുമാണ് അതിനെ ഒരു ആക്ഷൻ ത്രില്ലറാക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് മുമ്പ് വേറെ ഒന്ന് ചോദിക്കാനെന്ന് വെച്ചാൽ, കുട്ടനാട് ജലോത്സവത്തിലുണ്ടായിരുന്നു, ഇപ്പോൾ ലാസ്റ്റ് ഫിലിമിലുണ്ടായിരുന്നു. ഇപ്പോൾ കുട്ടനാട് എങ്ങനെയാണ്? ഭയങ്കര അടുത്ത് നിൽക്കുന്ന. പഠിച്ചതൊക്കെ ആലപ്പുഴയിലാണ്, ആലപ്പുഴ ST കോളേജിലാണ്. എൻ്റെ അമ്മയുടെ വീട് ആലപ്പുഴയിലാണ്. അപ്പോൾ ഞാൻ ആലപ്പുഴയിൽ പഠിക്കാൻ ചെന്ന സമയം തൊട്ട് തന്നെ കുട്ടനാട്ടിൽ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭൂപ്രകൃതിയും സ്ഥലം കൂടെ ഉള്ള ഒരു അറ്റാച്ച്മെൻറ്റും. അതെ. അപ്പോൾ അവിടുത്തെ ഒരു ഡേ ടു ഡേ ലൈഫ് നമുക്ക് വളരെ കൃത്യമായതുകൊണ്ട് ഇപ്പോൾ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടി എന്ന് പറയുന്ന സിനിമയുടെ ഒരു കഥയുടെ എലമെൻറ്റ് തീരുമാനിക്കുമ്പോൾ അത് ഏത് സ്ഥലത്തും പ്ലേസ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം അതിനകത്ത് കുട്ടനാട്ടിൽ നടക്കുന്ന സിനിമയെന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് പരിചിതമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് കഥ പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഈസി ആവും എന്നുള്ളത് കൊണ്ട് അത് കുട്ടനാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ സാറിന് ഒരു ഫിലിം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ ഐഡിയ കിട്ടുമ്പോൾ ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ഹൗ ഡു യു ഗോ അബൌട്ട് ഇറ്റ്? എങ്ങനെയാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? അത് നമ്മൾക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ അതിൽ പലതും അങ്ങനെ വന്നു ചേരണം. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. പക്ഷേ യൂഷ്വലി ലൈക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ഐഡിയ പിച്ച് ചെയ്തതിന് ശേഷം യു ഹാവ് ഒരു ടൈം ബൗണ്ട്. അതെ, ഇത് പലപ്പോഴും പല കഥകളുടെയും ഐഡിയകൾ നേരത്തെ തൊട്ടേ മനസ്സിൽ എപ്പോഴൊക്കെയോ വന്ന് വീണിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് അതിൻ്റെ അറ്റവും വാലുമൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും പല ഏരിയകളിലും വന്നിങ്ങനെ നിറയുകയും അങ്ങനെ അത് എഴുതാൻ പറ്റുന്നൊരു കോൺഫിഡൻ്റ് ഉണ്ടാകുന്ന ഒരു സമയത്ത് മാത്രമാണ് അതിനൊരു സിനിമ എഴുതുന്ന ഒരു രീതിയിലേക്ക്, പ്രോസസ്സിലേക്ക് നമ്മൾ മാറ്റും. ഓക്കെ. എന്നാലും പക്ഷേ ഈ ഒരു ടൈം ബൗണ്ട് സംഭവം വരുമ്പോൾ, ഇപ്പോൾ ഒരു 3 months എഴുതിയിട്ട് അതിന് ശേഷം ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം വരുമ്പോൾ ഈ 3 months മീൻസ് ഫിസിക്കൽ സ്ട്രെയിൻ ആണോ, അത് മെൻ്റൽ സ്ട്രെയിൻ ആണോ? മീൻസ് അല്ല, അതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു സ്ട്രെയിനിൻ്റെ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ വർഷത്തിൽ ഒരു സിനിമ മാത്രം ചെയ്തു. ഓക്കെ. കഴിഞ്ഞ എൽസമ്മ കഴിഞ്ഞു, പുതിയ മുഖം കഴിഞ്ഞു, ഒരു വർഷം ശരിക്കും സിനിമ ചെയ്തില്ല. അത് കഴിഞ്ഞ് താപ്പാനം ചെയ്തു, അടുത്ത ഇയറിൽ പുള്ളിപ്പുള്ളി. അപ്പോൾ വർഷങ്ങളിൽ ഒരു സിനിമ മാത്രമാണ്, ഇടയ്ക്ക് എന്നിട്ട് ഒരു വർഷം മിസ്സാവുകയും ചെയ്തു, ബ്രേക്ക് അടുത്തിടയ്ക്ക്. അതെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു സീൻ വിഷ്വലൈസ് ചെയ്തു, നമ്മളെ മനസ്സിൽ കാണുന്ന ഒരു സീൻ. പക്ഷേ അത് സിനിമയിൽ പലപ്പോഴും കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത്ര ചിലപ്പോൾ ആ ഒരു വിഷ്വൽ ആയിരിക്കില്ല വന്നിട്ട്, അല്ലെങ്കിൽ മേ ബി ലോ സ്റ്റാൻഡേർഡ് ആയിരിക്കാം. അപ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമോ? അതിനോട് എങ്ങനെയാണ്? അല്ലെ, പലപ്പോഴും പല രീതിയിൽ സിനിമയ്ക്ക് കോംപ്രമൈസുകൾ ആവശ്യമായിട്ടുണ്ട്. കാരണം ഒരു സിനിമ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന കഥ നടക്കുന്ന സ്ഥലം,
ഇമാജിൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഇതെല്ലാം വളരെ നമ്മളുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ ഏറിയും കുറഞ്ഞുമൊക്കെ ഒരു സീനിൻ്റെ മേക്കിങ്ങിൽ ഉണ്ടാവാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. ഇപ്പോൾ എഴുതി വെച്ച തിരക്കഥയാണ് അൾട്ടിമേറ്റ്, അതുപോലെ സംഭവിക്കണം. അതിൻ്റെ പെർഫെക്ഷൻ അത് കുറഞ്ഞാലും കൂടിയാലും ശരി, അതിന് ഇങ്ങനൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു ലൈൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ. നെക്സ്റ്റ് ഇനി ഫ്യൂച്ചർ പ്രോജക്ട്സ് എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാനൊരു കോട്ടയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കോട്ടയം, തിരുവല്ല, ചങ്ങനാശ്ശേരിയൊക്കെ നടക്കുന്ന അത്തരമൊരു ജോഗ്രഫിയിൽ ഒരു കഥ പറയാനുള്ള എഴുത്തിലാണ്. ജോണി ആൻ്റണിയാണ് അതിൻ്റെ സംവിധാനം. ഓക്കെ, ഇനിയിപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഇപ്പോൾ സാർ നേരത്തെ പറയുകയും ചെയ്തു ഈ ഒരു മീൻസ് കൺസ്ട്രെയിൻസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ് എഴുതുമ്പോൾ വിട്ടു നിന്നിട്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്താലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു കൊമേഴ്ഷ്യൽ സാക്രിഫൈസിങ് സംഭവം എപ്പോഴെങ്കിലും വരാറുണ്ടോ? പക്ഷെ അത് എനിക്കിപ്പോൾ ഇത്തരം സിനിമകൾ എഴുതുന്നതിലാണ് എൻ്റെ എഴുത്ത് ഒരേ സമയം തന്നെ എഴുതുന്ന സമയത്തുള്ള നമ്മുടെ ഒരു സന്തോഷം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു സിനിമകൾ എഴുതുമ്പോഴത്തേക്ക് ഞാൻ അനുഭവിക്കുന്ന എഴുത്തുകാരനെന്നതിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷമുണ്ട്. അതിൻ്റെ നർമ്മങ്ങൾ ആസ്വദിക്കുമ്പോഴത്തേക്കുള്ള സന്തോഷമുണ്ട്. അത് കാണികളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ പുള്ളിയുടെ സക്സസ് അല്ലെങ്കിൽ എൽസമ്മയുടെ സക്സസ് അതൊക്കെ തരുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകളൊക്കെയാണ് ഇപ്പോഴത്തെ മനസ്സിലുള്ളത്. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സാർ ഒരു കാര്യം എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡെലിവർ ചെയ്ത് എഴുതുകയാണ്, അപ്പോൾ അത് മീൻസ് ഓൺ പേപ്പർ ഡെലിവർ ചെയ്തതിന് ശേഷം പിന്നെ തോന്നുകയാണ് മേ ബി ഇങ്ങനെ അത് ഈ ഒരു ഇത്രയും മേ ബി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല ഇങ്ങനത്തെ ഒരു ഫിലിമിൽ ഒരു ക്ലീഷ ഇങ്ങനത്തെ ഒരു സംഭവം തന്നെ മതി, അങ്ങനെ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. മാറ്റങ്ങൾ ഒരു സിനിമയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഒരു ഷൂട്ടിങ്ങിൻ്റെ ആ ഷോട്ട് എടുക്കുന്നത് വരെ ആ സ്ക്രിപ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സിനിമകളുടെയും ഷൂട്ടിംഗ് സമയത്ത് പൂർണ്ണമായിട്ടും ഞാൻ ലൊക്കേഷനിലുണ്ടാവും. ഒരു ഓർഗാനിക് ചേഞ്ച് എപ്പോഴും തീർച്ചയായിട്ടും അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ കുറച്ചുകൂടെ സീനിനെ പ്ലസ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇനി സാറിൻ്റെ ഒരു സിനിമ ജേണി എങ്ങനെയാണ് തുടങ്ങിയത്? എന്തായിരുന്നു സിനിമയ്ക്ക് മുമ്പ് എന്തായിരുന്നു ചെയ്തത്? സിനിമയിലേക്ക് എങ്ങനെ എത്തിയത്? ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ പാരൽ കോളേജ് അധ്യാപനം പരിപാടിയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് BEd ഒക്കെ പഠിച്ചു. അപ്പോൾ അന്നൊക്കെ വിചാരിച്ചു സ്കൂളിൽ അധ്യാപനമാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കുറച്ച് നാടകങ്ങൾ എഴുതി, പ്രൊഫഷണൽ നാടകങ്ങൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സീരിയൽ എഴുതി. അത് കഴിഞ്ഞിട്ട് സിനിമ എഴുതി. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നമ്മൾ സിനിമയിലേക്ക് വന്നൊന്നുമല്ല. ഒരുപാട് ഏറ്റവും അധികം ചെറുകഥകൾ എഴുതി, ചെറുകഥ, നാടകം, സീരിയൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമയിലേക്ക്. സിനിമ പണ്ടേ മനസ്സിലൊരു അങ്ങനെയൊന്നുമില്ലായിരുന്നു. സിനിമ എപ്പോഴോ വന്നു ചേർന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ സിനിമ എഴുതുമെന്നോ തിരക്കഥാകൃത്താവുമെന്നോ അത്തരം രീതിയിലുള്ള ഒരു ചിന്തയും മനസ്സിലില്ല. ഓക്കെ, ക്ലോസ് ടു ഹാർട്ട് ഇപ്പോഴും ഏതാണ്, സിനിമയാണോ അല്ലെങ്കിൽ നാടകമാണോ? അല്ലെ, ഒരു നാടകത്തിലെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. എന്നിലെ എഴുത്തുകാരനെ സൃഷ്ടിച്ചത് നാടകമാണെന്ന് പറയാം. കാരണം നാടകം എഴുത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. നേരിട്ട് കാണികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയയാണ് നാടകം എന്ന് പറയുന്നത്. നമ്മൾ നാടകം അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓഡിയൻറ്റോടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓരോ സമയത്തുള്ള ആൾക്കാരുടെ റിയാക്ഷൻസ് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾക്കാരെ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുകയാണ്. പിന്നെ വൈകാരികമായിട്ട് ഒരു കഥ പറയുമ്പോഴത്തേക്കുണ്ടാകുന്ന മുഹൂർത്തങ്ങളെല്ലാം സിനിമയിലും നാടകത്തിലേക്ക് ഒരുപോലെയാണ്. അപ്പോൾ അത്തരം മുഹൂർത്തങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും കാണികളിലേക്ക് അതെങ്ങനെ എത്തിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചൊരു കളരി എന്ന് പറയുന്ന നാടകമാണ്. ഇപ്പോൾ ഈ സിനിമയും നാടകം രണ്ട് ലെവലിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മീൻസ് അതിൻ്റെ റീച്ച് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷേ സ്റ്റിൽ വാട്ട് ഈസ് മോർ ചാലഞ്ചിങ്, സിനിമയാണോ നാടകമാണോ? അല്ല, ഇപ്പോൾ സിനിമ തന്നെയാണ്. നാടകം നമ്മളുടെ ഒരു കളറിയായിരുന്നു, നമ്മൾ എഴുതാൻ പഠിപ്പിച്ച ഒരു ഏരിയയാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ നമ്മൾ സിനിമയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സിനിമ ആൾക്കാർ അല്ല, ഞാൻ ചോദിക്കുകയാണെങ്കിൽ എല്ലാ ആസ്പെക്റ്റിലും നെക്സ്റ്റ് ആക്ടിങ് ആണെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലൈവ് റെസ്പോൺസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അവിടെ സ്റ്റേജിൽ നമ്മളെ രക്ഷിക്കാൻ വരാറില്ല, തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അല്ല, അതിപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചിലപ്പോഴത്തേക്ക് അത്തരം ഒരു ഇതിന് നാടകത്തിന് ചിലപ്പോൾ കുറച്ചുകൂടി ഒരു പ്രാധാന്യം ഉണ്ടായേക്കാം. ഓക്കെ, ബട്ട് ആസ് എ ബിഗർ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ സിനിമ തന്നെ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഈ ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇതാണെന്ന് പറഞ്ഞു. എന്നാലും ഇപ്പോൾ ഈ അടുത്ത് വർക്ക് ചെയ്തതിൽ വെച്ച് ഏറ്റവും മനസ്സിന് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നി അല്ലെങ്കിൽ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോഴും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയ റിട്ടൺ വർക്ക് ലൈക്ക് സ്ക്രിപ്റ്റ്? എനിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇനിയും എഴുതാനിരിക്കുന്ന ഏതെങ്കിലും സിനിമയാവും. ഇതുവരെ ആ ഒരു അല്ല, നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ സന്തോഷവും ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ഇതല്ല എന്ന് വിശ്വസിക്കുന്നതായിരിക്കാം ഇനിയും കൂടുതൽ എഴുതാനും എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്.